യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ജൂലൈ 28 അൽഫോൻസമ്മയുടെ തിരുനാൾ ആഘോഷിച്ചുവല്ലോ. അപ്പോൾ അൽഫോൻസമ്മയെ കുറിച്ചാണ് നമ്മൾ ഈ വചനത്തിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാരംഭിക്കാം. ഈശോയെ, സഹനത്തെ ഈശോയുമായുള്ള ഒരു സ്നേഹത്തിലെത്തിച്ചേർന്ന് സഹനത്തിൻ്റെ മാർഗത്തിലൂടെ വിശുദ്ധയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടി കയറുകയും സ്നേഹമില്ലാത്ത സഹനം അത് യേശുവിനുള്ള സ്നേഹത്തെ പ്രതി സഹിക്കുമ്പോൾ അത് രക്ഷാകരമായി തീരുകയും അങ്ങനെ നമ്മുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അത് ഈശോയുടെ മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ട് ഒത്തിരി പേരെ നേടാനായിട്ട് അൽഫോൻസമ്മ പരിശ്രമിച്ചു. നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ഈശോയുടെ തിരികത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ച് അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഓരോ നിമിഷവും ഉണ്ടായ സഹനങ്ങൾ, അത് തെറ്റിദ്ധാരണകൾ, വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തൽ, പിന്നെ രോഗങ്ങൾ, ഇതെല്ലാം മൗനമായി പരാതി കൂടാതെ സഹിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച അൽഫോൻസമ്മയെ പോലെ ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തികളായിത്തീരാനായിട്ട്, അങ്ങനെ നമ്മൾ എന്ത് വലിയ കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ ചെയ്തു എന്നതിലല്ല കാര്യം. അതെല്ലാം എന്തിൻ്റെ പ്രചോദനമായി നമ്മൾ ചെയ്തു, എങ്ങനെ ചെയ്തു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലേക്ക് കയറുന്നത്. അങ്ങനെ ഈശോയുടെ പീഡാസനത്തും കുരിശുമരണത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ സാധനങ്ങൾ അങ്ങനെ ഈശോയുമായി ഒരു ഐക്യത്തിൽ സ്നേഹത്തിലായി തീരാനായിട്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്കൊരുത്തർക്കും ഓരോ ജീവിതത്തിലും എല്ലാ വ്യക്തികൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ ഏത് മനോഭാവത്തോടുകൂടിയാണ് ആ സഹനങ്ങളെ നോക്കി കാണുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് മൂല്യമുണ്ടാവുകയുള്ളൂ. അങ്ങനെ മാമോദീസയിൽ ലഭിച്ച ആ ഒരു പ്രസാദപരാവസ്ഥയിൽ തന്നെ നഷ്ടപ്പെടാതെ മരണം വരെ അത് കാത്തു സൂക്ഷിക്കുകയും അങ്ങനെ ദൈവത്തിനും സഹോദരങ്ങൾക്കും സ്നേഹവും ഉള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് അങ്ങനെ പരാതി കൂടാതെ പിറുപിറുപ്പ് കൂടാതെ മറ്റുള്ളവരെ കുറ്റങ്ങൾ കാണുമ്പോൾ അവർക്ക് വേണ്ടി അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാതെ അതൊക്കെ സ്വന്തം കുറ്റങ്ങളായി കണ്ട് അവർക്ക് വേണ്ടി അതിനു വേണ്ടി പരിഹാരം ത്യാഗവും കാഴ്ചവെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അൽഫോൻസമ്മയുടെ മാതൃക നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാണ്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളിൽ നീങ്ങാതെ വരുമ്പോൾ അതിൽ നിരാശപ്പെട്ടുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അത് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയായി തീർക്കും. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്ന ബോധ്യത്തിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കാനും അങ്ങനെ പിറുപിറുപ്പ് പരാതി കൂടാതെ അതെല്ലാം സഹിക്കാനും ഏറ്റെടുക്കാനും അങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അത് കാഴ്ചവെച്ച് നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിക്കാനായിട്ട് സഹനങ്ങൾ നമ്മെ ഓരോരുത്തരെയും ദൈവോന്മുഖരായി വളർത്താനായിട്ട് ഈ കുരിശിൻ്റെ വഴിയിലൂടെ ആണ് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും സുനിശ്ചിതമായ വഴിയെന്ന് അൽഫോൻസമ്മ നമുക്ക് പറഞ്ഞു തരുന്നു. നമുക്കും ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശും വഹിച്ചു എൻ്റെ പിന്നാലെ വരട്ടെ എന്നുള്ള ആഹ്വാനം. അങ്ങനെ ക്രൂശിതന ഈശോയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഈശോ നടന്ന അതേ വഴിയിലൂടെ നടക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ ഈശോയുടെ ആ പീഡാസനത്തിലുള്ള എന്തെങ്കിലും കുറവുകൾ സ്വന്തം പൗലോസ് ലീഗ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈശോയുടെ കുരിശിലുള്ള എന്തെങ്കിലും ഒരു കുറവ്
വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നുവെന്ന്. അങ്ങനെ ഈശോയുടെ സ്നേഹത്തിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മൾ ഈ സ്നേഹത്തിൽ വളരുമ്പോഴാണ് അത് ഈശോയിലേക്കുള്ള നമ്മുടെ വളർച്ച എന്നുള്ള ബോധ്യത്തിൽ ഈ സ്നേഹമെന്ന് പറഞ്ഞുള്ളത് ദൈവം തന്നെയാണ്. ആ ഒരു ബോധ്യത്തിൽ സ്നേഹമില്ലാത്ത പ്രാർത്ഥനയും സ്നേഹമില്ലാത്ത പ്രവർത്തനവും ഒരിക്കലും ദൈവത്തിൻ്റെ സ്വീകാര്യമാകില്ല എന്ന ബോധ്യത്തിൽ എല്ലാം ഈശോയുടെ സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ ഓരോ പ്രവർത്തനവും വാക്കും സംസാരവും പെരുമാറ്റവുമല്ല ഈശോയിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുന്ന വ്യക്തികളായിട്ട് നമ്മുടെ ജീവിതം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതമായി തീരാനായിട്ട് നമുക്കും അൽഫോൻസമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കാം. നമുക്ക് അൽഫോൻസമ്മയെ കുറിച്ച് ധ്യാനിക്കാം. അൽഫോൻസമ്മയുടെ ജീവചരിത്രമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. സഭാവസ്ത്ര സ്വീകരണ സമയത്ത് ശേഷം ഒന്നിനു പുറകെ ഒന്നായിട്ട് നാനാതരത്തിലുള്ള രോഗങ്ങൾ അവളെ പീഡിപ്പിക്കുകയുണ്ടായിരുന്നു. തന്നെ മുഴുവനും സ്നേഹത്തിൻ്റെ ഒരു ആത്മബലിയായിട്ട് അവൾ യേശുവിനെ സമർപ്പിച്ചു. ദൈവത്തിൻ്റെ കുരിശുകളും പീഡകളും അവൾ ഈശോയുടെ മുന്നിൽ ചോദിച്ചു വാങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു അൽഫോൻസമ്മ. ഈശോ നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവിൽ വസിക്കുന്നുണ്ടെന്നും അവനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്നും അവൾ അതിൽ തന്നെ പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചു. അതെല്ലാം എൻ്റെ ഉപരി നന്മയ്ക്കായിട്ട് ദൈവം തീർക്കുമെന്നുള്ള ബോധ്യത്തിൽ അതിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ സാധനത്തിൽ പ്രത്യാശയോടെ മുന്നേറാനായിട്ട് അൽഫോൻസമ്മയ്ക്ക് സാധിച്ചു. തൻ്റെ ഈ ലോക സന്തോഷങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും എനിക്ക് കൈപ്പായി പകർത്തുന്നേന്ന് അൽഫോൻസമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. സഹനത്തെ ഒരു ബലിയായി, സഹനത്തിൻ്റെ ഒരു ബലിയായിട്ട് തന്നെ മരിക്കാനായിട്ട് എല്ലാ നേരവും ദൈവത്തിൻ്റെ തിരുമുഖം കാണാനായിട്ട് ഞാൻ എന്നെ തന്നെ മുഴുവനും കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്നാണ് അൽഫോൻസമ്മ പറയുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ദുഃഖത്തിൻ്റെ ശമനം വരുത്താനായിട്ട് എൻ്റെ കഷ്ടതകളെല്ലാം സന്തോഷമായിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കാണ് സഹനങ്ങൾ തരുന്നത് എന്നാണ് അൽഫോൻസമ്മ വിശ്വസിച്ചത്. അങ്ങനെ ദൈവത്തിനായിട്ട് കുതിച്ച് മിശിഹായ്ക്ക് യോജിച്ച ഒരു സ്വരൂപങ്ങളായിട്ട് നമ്മ ഓരോരുത്തരെയും സഹനങ്ങളെ രൂപാന്തരപ്പെടുത്തുമെന്നും അൽഫോൻസമ്മ നമ്മോട് പറയുന്നു. അങ്ങനെ ദൈവസ്നേഹത്തെ പ്രതിയും എല്ലാം മൗനമായിട്ട് അയാൾ സഹിച്ചു. ഓരോ രോഗവും ഈശോ എനിക്ക് സഹിക്കാൻ തരുന്നതാണ്, കുരിശു തന്നാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നതെന്നാണ്. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കുരിശുകളും സങ്കടങ്ങളും ഈശോ കൊടുക്കുകയുള്ളെന്നും എനിക്ക് സഹിക്കാനുള്ള ശക്തി മാത്രം തരുന്നമേയെന്നും ഈശോയോട് അപേക്ഷിക്കുകയായിരുന്നു അൽഫോൻസമ്മ. ഞാൻ ഈശോയുടെ മണവാട്ടിയായതുകൊണ്ട് ആ മണവാളിൻ്റെ സമ്പത്ത് ദാരിദ്ര്യവും നിന്നാഭാവങ്ങളുമാണ് ഈശോയ്ക്ക് ലഭിച്ചത്. അങ്ങനെ അതിൻ്റെ ഒരു ഓഹരിയും ഈശോയുടെ മണവാട്ടിയായ അൽഫോൻസമ്മയ്ക്ക് ലഭിച്ചു എന്നാണ് അൽഫോൻസമ്മ വിശ്വസിക്കുന്നത്. അങ്ങനെ സഹനവും ത്യാഗവും ഇവ കൊണ്ട് പാപത്തിന് പരിഹാര പ്രവൃത്തി ചെയ്യുകയും മനസ്സ് അപ്പോൾ നമ്മൾ വിശുദ്ധമായിട്ട് തീരുമെന്നും അങ്ങനെ അവയെല്ലാം സഹനങ്ങളെല്ലാം നന്നായി കാഴ്ചവെച്ച് കർത്താവിനെ പ്രീതിപ്പെടുത്താനായിട്ട് അൽഫോൻസമ്മ ശ്രമിച്ചു.
സഹനവും ത്യാഗവും കൊണ്ടാണ് സ്വർഗത്തില് നമുക്ക് മാളികകൾ പണിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോയെ പ്രതി സഹിക്കുന്നത് ഓരോന്നും സഭയ്ക്ക് വേണ്ടിയും സഭാ മക്കൾക്ക് വേണ്ടിയും അവരുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയും നല്ല നിയോഗത്തോടെ അൽഫോൻസമ്മ കാഴ്ചവെച്ചു. അങ്ങനെ സമയം കിട്ടുമ്പോഴെല്ലാം ദിവ്യകാര്യത്തിലിരിക്കുന്ന ഈശോചാരത്തിലേക്ക് പൂർണ്ണമായി അടുക്കിലേക്ക് കടന്നു ചെല്ലുകയും ഈശോയെ ഒരു മനസ്സോടുകൂടെ ഒരു നിസ്സാരമായ പാപം പോലും ചെയ്ത് ഈശോയെ ദ്രോഹിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം മരിക്കുന്നതാണെന്ന് അൽഫോൻസമ്മ പറയുന്നു. അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ അവള് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഈശോയുടെ ദിവ്യഹൃദയത്തിലെ മുറിവില് എന്നെ മറയ്ക്കണമേ. സ്വയം ആത്മബലിയായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കുകയും ദൈവജന്യായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം അവൾ അപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തോട് ഒരു ഭക്തി അൽഫോൻസമ്മയ്ക്കുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഒരു ഫോട്ടോ ആ രോഗിണിയായി ഇരിക്കുന്ന കിടക്കയുടെ നേരെ മുന്നിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. അത് നോക്കി പ്രാർത്ഥിക്കുക എന്നത് അൽഫോൻസമ്മയുടെ ഒരു നിത്യപതിവായിരുന്നു. പരിശുദ്ധ മറിയമേ, എൻ്റെ ഹൃദയം നിന്റെ തിരുക്കുമാരനെ യോഗ്യമായി തീരുന്ന ഒരു പൂങ്കാവനമാക്കി തീർക്കണമേ എന്ന് അൽഫോൻസമ്മ സുഹൃജപമായി ചൊല്ലുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ പറ്റി ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അൽഫോൻസമ്മ. സഹിക്കാൻ എന്തെങ്കിലും ലഭിക്കാത്ത ഒരു ദിവസം ആ നിത്യതയിൽ ശൂന്യമായ ഒരു ദിവസമാണെന്നാണ് അൽഫോൻസമ്മ കരുതിയത്. പരന്തു കോഴി കുഞ്ഞുങ്ങളെ എന്ന പോലെ കർത്താവ് എന്നെ താങ്ങിക്കൊണ്ടുപോകുന്നു. ലോകദൃഷ്ടിയിൽ ഉപകാരശൂന്യമായി തീർന്ന ആരാലും അറിയാതെ ഒരു ലളിതമായ ജീവൻ നയിച്ച വ്യക്തിയാണ് അൽഫോൻസമ്മ. അങ്ങനെ സ്നേഹത്തെ പ്രതി ഈശോയെ പ്രതി എല്ലാ ക്ലേശങ്ങളും സഹിച്ച് ഈശോയെ പ്രതിപ്പെടുത്തി ജീവിച്ചു. നമ്മൾ ഓരോരുത്തരുടെ ജീവിതവും ക്രിസ്തുവിൻ്റെ കുരിശിനെ ദിവ്യഗുരുവിനോട് അനുരൂപമായ ഒരു ജീവിതം ആണ് നമ്മൾ നയിക്കുന്നത്. പ്രലോഭനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പാപങ്ങളുടെ പരിഹാരത്തിനും ദൈവസ്നേഹവും എല്ലാം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട് സഹനങ്ങൾ ഉപകരിക്കുമെന്ന് അൽഫോൻസമ്മ പറയുന്നു. കുരിശിലല്ലാതെ നമ്മളെ നിത്യത്തിലേക്ക് എത്തുന്ന വേറൊരു രക്ഷാകരമായ ഒരു മാർഗം ഈ ഭൂമിയിലില്ല. മാർക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 35-ാം വാക്യത്തില് ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെടുത്തുന്നു. എന്നെ പ്രതി സുവിശേഷത്തെ പ്രതിയോ സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് ആ ജീവനെ അവൻ രക്ഷിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യത്തില് സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ രക്ഷിക്കുന്നവൻ അത് സംരക്ഷിക്കുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ ലേഖനത്തിലെ 1-ാം അധ്യായം 2-ാം വാക്യത്തില് ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനായിട്ട് ലോകദൃഷ്ടിയിൽ മോശന്മാരായി അവരെ തിരഞ്ഞെടുത്തു.
ശക്തരെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയും ബലഹീനരായരെയും ദൈവം തിരഞ്ഞെടുത്തു. യാക്കോബിന്റെ സ്വർഗത്തിലേക്ക് കയറിയ ഒരു ഗോവണിയെ കുറിച്ചതൊക്കെ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ ദേശത്തിലും ഈ ഭൂമിയിലെ ദൈവവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണിയായിട്ട് സ്വർഗത്തിൽ നമ്മെ എത്തിക്കുന്ന നമ്മുടെ ഒരു ഗോവണിയാണ് അൽഫോൻസമ്മയുടെ ജീവിതം. അൽഫോൻസമ്മയുടെ ജീവിതം വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഈ ഭൂമിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വിജയങ്ങളൊക്കെ നേടിയെടുത്ത വ്യക്തികളെ മാത്രമാണ് ഈ ഭൂമിയിൽ സ്ഥാനമുണ്ടാവുകയുള്ളൂ. അൽഫോൻസമ്മ ഈ ഭൂമിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അറിയാതെ സ്വർഗത്തിൽ നിരന്തരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് അൽഫോൻസമ്മ നയിച്ചത്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, എനിക്ക് നിങ്ങളെ കുറിച്ചുള്ളൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അങ്ങനെ ദൈവത്തിന് മനസ്സിനനുസരിച്ചുള്ള ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഒരിക്കലും പരാജയമായി തീരുകയില്ല. നമ്മൾ അൽഫോൻസമ്മയ്ക്കും കൂടുതൽ സഹിച്ച പല വ്യക്തികളും ഈ ലോകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അൽഫോൻസമ്മയെ സഹനം ഈശോയെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതി ജീവിച്ചതുകൊണ്ട് സഹിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ ആ ഹൃദയത്തില് അൽഫോൻസമ്മയുടെ ഹൃദയത്തിൽ മുഴുവനും സ്നേഹം കൊണ്ട് നിറഞ്ഞതായിരുന്നു. സ്നേഹത്തോടെ ആ സഹനം ചേർത്ത് വെച്ചപ്പോഴാണ് ആ സഹനത്തിന് പുണ്യമുണ്ടായിത്തീരുകയുള്ളൂ. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ ഈശോയുടെ സ്നേഹത്തിൽ പ്രതി നമ്മൾ ചെയ്യുമ്പോഴാണ്, അത് സഹിക്കുമ്പോഴാണ് അത് രക്ഷകരമായി തീരുകയുള്ളൂ. എൻ്റെ ഹൃദയം നിറയെ സ്നേഹമാണ്. അങ്ങനെ സ്നേഹം കൊണ്ടൊരു നിറഞ്ഞ ഒരു ഹൃദയമാണ് അൽഫോൻസമ്മയുടേത്. സ്നേഹിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൃപ കിട്ടിയ വ്യക്തിയാണ് അൽഫോൻസമ്മ. കുരിശിലാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മൾ ഓരോരുത്തരും കണ്ടെത്തിയത് അൽഫോൻസമ്മ. സ്നേഹത്തിൽ നിന്ന് അത് സഹിക്കാനായിട്ട് നമുക്ക് സ്നേഹമുള്ളെങ്കിൽ നമുക്ക് ഏത് കഷ്ടതയും ആർക്കു വേണ്ടിയും സഹിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അങ്ങനെ സഹനം ഒരു പുണ്യമായി തീരുന്നത് നമ്മൾ ആർക്കു വേണ്ടി സ്നേഹിച്ചു ചെയ്തു എന്താണ് നമ്മളെ ഓരോരുത്തരും പ്രചോദിപ്പിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും സ്നേഹം ഒരു സുഹൃതമായിട്ട്, ഒരു പുണ്യമായിട്ട്, സഹനം ഒരു പുണ്യമായിട്ട്, സ്നേഹമായിട്ട് തീരുന്നത്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം വാക്യത്തിൽ സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, അത് സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം സഹനവും ഏറ്റെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാണ്. സ്നേഹം സകലതും പ്രത്യാശ വയ്ക്കുന്നു. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തിൽ നിന്നാണ് എല്ലാം ജനിക്കുന്നത്. സ്നേഹിക്കുന്ന ഏത് വ്യക്തിക്കും അതുകൊണ്ട് സഹനങ്ങൾ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട്. നമ്മളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച ഒരു പാഠപുസ്തകമാണ് അൽഫോൻസമ്മ. നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവത്തെ തേടുന്നതും ഒക്കെ എല്ലാം സമ്പത്ത് കിട്ടാനും, ജോലി കിട്ടാനും, അങ്ങനെ വിജയം കിട്ടാനും എല്ലാം വിചാരിച്ചിട്ടാണ് നമ്മൾ. ദൈവം എന്ന് പറഞ്ഞാൽ അത് വിജയത്തിൻ്റെയും സമൃദ്ധിയുടെയും എല്ലാം സുവിശേഷമാണ്. നമുക്കൊരുത്തർക്കും അങ്ങനെയുള്ള യേശുവിനെയാണ് നമുക്കൊരുത്തർക്കും താല്പര്യം.
അങ്ങനെ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹവും ഇതുപോലെ സമ്പത്താണ്, അത് ഒക്കെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെ കഴിവും ബുദ്ധിശക്തിയും വിജയവും എല്ലാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സാധിക്കുമെന്ന് വിശ്വസിച്ച് ദൈവത്തിന് പിന്നാലെ പോകുന്നവരാണ് ഭൂരിപക്ഷവും. എന്നാൽ ദൈവം സമം സഹനം എന്നുകൂടിയും ഒരർത്ഥമുണ്ടെന്നും അൽഫോൻസം നമ്മെ പഠിപ്പിക്കുന്നു. ആരാലും മനസ്സിലാകാത്തത് ഒറ്റപ്പെടല്. അങ്ങനെ ഉള്ള സമയത്തെല്ലാം അൽഫോൻസമ്മ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിച്ചു. കുരിശു വഴിയാണ് നാം ഓരോരുത്തരും, ദൈവം നമ്മെ ഓരോരുത്തരെയും വിജയമായി ഈ സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും നല്ല വഴിയും യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയാണ്. അങ്ങനെ വളരെ ലളിതമായ ജീവിത രീതിയിലൂടെ അൽഫോൻസമ്മ നമുക്കും വിശുദ്ധരായി തീരാമെന്ന് നമുക്ക് കാണിച്ചു തന്നു. സഹോദരിമാരുടെ വസ്ത്രങ്ങൾ മടക്കി വെച്ചുകൊണ്ടും ചെറിയ കാര്യങ്ങൾ, കൊച്ചു തിരികളൊക്കെ മെഴുകുതിരിയുടെ ചെറിയ തിരികളെല്ലാം കത്തിച്ചു വെച്ചുകൊണ്ടും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അൽഫോൻസമ്മ വിശുദ്ധിയിലേക്ക് കയറുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളും ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, എന്താണ് നമ്മളെ ഓരോരുത്തരും പ്രചോദിപ്പിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സഹനങ്ങൾ പുണ്യമായിട്ടും ചെയ്തികളെല്ലാം തീരുന്നത്. അങ്ങനെ യേശു നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ചെറിയ ചെറിയ നന്മകൾ സ്നേഹത്താൽ പ്രചോദിതമായിട്ട് ചെയ്യുമ്പോഴാണ് അതിനൊക്കെ വില ലഭിക്കുകയുള്ളൂ. സ്വന്തം കുരിശെടുക്കാതെ നമുക്കാർക്കും യേശുവിൻ്റെ ശിഷ്യനായി തീരാനായിട്ട് സാധിക്കില്ലെന്ന് വചനത്തിൽ ഈശോ പറയുന്നു. ഫിലിപ്പിയർ 1:29 ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല അവനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. സഹനം ഒരു അവകാശമായിട്ട്, സഹനത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനായിട്ട് അത് സ്വീകരിക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരും. നമുക്ക് 3 തരത്തിലുള്ള സഹനങ്ങൾ നമുക്ക് ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭാഗ്യമായ സഹനങ്ങൾ, അത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. രോഗങ്ങളോ അങ്ങനെയുള്ള സഹനങ്ങളാണ്. പിന്നെ രണ്ടാമതുള്ളത് മാനസികമായ സഹനങ്ങളാണ്. മൂന്നാമതുള്ളത് ആന്തരികമായ സഹനങ്ങളൊന്നും നമുക്ക് ആർക്കും കാണാനായിട്ട് സാധിക്കാത്ത ആത്മീയമായ സംഘർഷങ്ങൾ ഒക്കെ, ആത്മീയമായ സഹനങ്ങൾ അതാർക്കും കാണാൻ സാധിക്കില്ല, അത് ആന്തരികമാണ്. ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ആ സഹനത്തിലൂടെ കടന്നുപോയപ്പോഴാണ് ആ സഹനം അൽഫോൻസമ്മയ്ക്ക് അനുഗ്രഹമായി തീർന്നത്. മക്കബായരുടെ പുസ്തകത്തിൽ ആ അമ്മയും 7 മക്കൾക്കൊക്കെ വിശ്വാസത്തെ പ്രതി പല സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊന്നും അതൊന്നും അവരെ തളർത്തിയതായിട്ട് നമുക്ക് അവരുടെ ആ മക്കബായ പുസ്തകത്തിൽ കാണാൻ സാധിക്കില്ല. ഈശോയെ പ്രണയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അൽഫോൻസമ്മ നയിച്ചത്. എൻ്റെ ജീവിതം പൂർണ്ണമായും ഈശോയ്ക്കുള്ള ജീവിതമാണ്. അവളുടെ സൗന്ദര്യം ക്രിസ്തുവിനുള്ള ആ സ്നേഹത്തിന് തടസ്സമാകുമെന്ന് കണ്ട് എരിത്തിയിൽ എടുത്തു ചാടിക്കൊണ്ട് സഹനം ഏറ്റെടുത്ത അൽഫോൻസമ്മയെ നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും. സഹനം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ സഹനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും നിസ്സാരരായ വ്യക്തികളാണെന്ന് നമുക്ക് നമ്മെ പഠിപ്പിക്കുന്ന പാഠപുസ്തകമാണ് സഹനം.
നമ്മൾ എത്ര നിസ്സാരമായ വ്യക്തികളാണെന്നോ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് സഹനം നമ്മളെ ദൈവമഹത്വം വെളിപ്പെടുത്താനായിട്ട് ഉള്ള ഒരു മാർഗമായിട്ട് തീരുമെന്ന് നമുക്ക് കാണാനായി സാധിക്കും. സഹനം പാപത്തിൻ്റെ പരിണിത ഫലമാണെന്നാണ് പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ബൈബിളിലെ പഴയ നിയമത്തിലൊക്കെ നമുക്ക് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈശോ പറയുന്നു, ഈ അന്ധനായ മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ഇവൻ അന്ധനായി ജനിച്ചതെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ് ഇവൻ അന്ധനായി ജനിച്ചതെന്നാണ് ഈശോ അവിടെ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. സഹനം നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധിയിൽ വളരാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് സഹനം. അങ്ങനെ അൽഫോൻസമ്മയെ ഈ ലോകത്ത് നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് വിശുദ്ധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിച്ചു. നമ്മൾ ഓരോരുത്തർക്കും നിത്യതയിൽ എത്തിച്ചേരാനുള്ള ഒരു മാർഗമാണ് സഹനമെന്ന് ഏറ്റെടുത്തുകൊണ്ട് അത് പിറുപിറുപ്പ് കൂടാതെ സഹിക്കാനായിട്ട് നമുക്ക് അൽഫോൻസം ഇത് പ്രത്യേകം പ്രാർത്ഥിക്കാം. തിമോത്തിയോസിനെതിരെ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ നയിക്കപ്പെട്ട് വിശ്വാസ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. തെസ്സലോനിക്കർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. സ്വന്തം ശരീരത്തെ വിശുദ്ധിയിൽ മാന്യതയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് അങ്ങനെ പാപത്തെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് സഹനം നമ്മ ഓരോരുത്തർക്കും ആത്മധൈര്യവും പ്രത്യാശയും നൽകും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യത്തില് കൂടുതൽ ഫലം നൽകുന്നതിന് വേണ്ടി അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും വെട്ടിയൊരുക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മെ പ്രതി സകലരും അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരായി വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്ന് അൽഫോൻസമ്മ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ നിത്യതയിലുള്ള ആനന്ദം അനുഭവിച്ചുകൊണ്ടാണ് ജീവിച്ചത്. നമ്മൾ സഹനങ്ങൾ വരുമ്പോൾ നമ്മെ തോൽപ്പിക്കാനായിട്ട് നമ്മൾ ഇടവരാതെ ആ സഹനത്തെ പ്രതി ഈശോയുടെ നന്ദി പറഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവകാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാധനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദൈവം അറിയാതൊന്നും സംഭവിക്കില്ല എന്ന ബോധത്തിൽ നിരാശയില്ലാതെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മെ ഓരോരുത്തരെയും സഹനത്തിന് കാരണക്കാരായ വ്യക്തികളെ പൂർണ്ണമായി ക്ഷമിച്ചുകൊണ്ട് ആ വ്യക്തികളെ പരാതി പറഞ്ഞ് വെറുത്തുപേക്ഷിച്ച് ആ വ്യക്തികളോടും ആ സാഹചര്യങ്ങളോടും പൂർണ്ണമായി ക്ഷമിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന ദൈവത്തിൻ്റെ ഉപകരണങ്ങളാണ് അവരെന്നുള്ള ബോധ്യത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. നമുക്കർക്കെതിരെ 8-ാം വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന പദ്ധതി അനുസരിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കാക്കി മാറ്റുമെന്നുള്ള അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നിത്യ ജീവിതത്തിലേക്ക് സഹനങ്ങളെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മാർഗങ്ങളായിട്ട് അങ്ങനെ വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.
കഷായം തന്ന കർത്താവ് പഞ്ചസാരയും നൽകുമെന്നാണ് അൽഫോൻസമ്മ പറയുന്നത്. സഹിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. കുരിശു തന്നാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. സാധനത്തെ വലിയ ഓരോ സാധനത്തെയും ചെറിയ ചെറിയ സാധനത്തെ പോലും പ്രലോഭനങ്ങളെ പോലും അത് വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം തോതുകൂടെ നമ്മൾ സാധനങ്ങൾ വഹിക്കുമ്പോൾ അത് ദൈവം അത് വഹിക്കാനുള്ള ശക്തി നമുക്കൊരോരുത്തർക്കും നൽകും. നമ്മൾ ഓരോരുത്തരെയും ഈ ലോക ജീവിതത്തിലെ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധനങ്ങൾ സ്വീകരിക്കേണ്ടതായി വരും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ജീവിതത്തെ വിശദീകരിക്കാനുള്ള ഒരു കാരണമായിട്ട് ആ സാധനത്തെ കാണാനായിട്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെ ദൈവത്തോട് ചേർന്നുകൊണ്ട് ആ സാധനത്തെ സഹിച്ചുകൊണ്ട് ദൈവമാത്രത്തിനായിട്ട് ആ സഹനം ഇടയാക്കി തീർക്കാനായിട്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഓരോന്നും പാഴായി പോകാതെ അത് ദൈവമാത്രത്തിനായി കാഴ്ചവെച്ചുകൊണ്ട് അത് നമ്മുടെയും മറ്റുള്ളവരുടെയും സഭയുടെയും പാപികളുടെയൊക്കെ മനസ്സാന്തത്തിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കാനായി നമുക്ക് പരിശ്രമിക്കാം. എഫേസ്യർക്കുള്ള ലേഖനത്തിൽ കാണാൻ സാധിക്കും, തൻ്റെ മുമ്പാകെയും സ്നേഹത്തിൽ പരിശുദ്ധ നിഷ്കളങ്കരുമായി തീരാനായിട്ട് അനാദികാലം മുതലേ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായൊരു ജീവിതമാണ് അൽഫോൻസമ്മയുടേത്. ഗോതമ്പ് മണി നിലത്ത് വീണഴിയുമെങ്കിൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ദൈവത്തെ പൂർണ്ണമായി സ്നേഹമായി സ്വീകരിക്കുമ്പോൾ ദൈവവുമായിട്ടും പൂർണ്ണമായിട്ടും സഹകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മഹത്തരമായി തീരും. ദൈവഗതം കണ്ടെത്തിയും സ്വയം ചെറുതായിക്കൊണ്ട് ജീവിതത്തിലെ സഹനങ്ങളും ത്യാഗങ്ങളും വഴിയും ദൈവത്തെ മാറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിതം കുരിശിൻ്റെ പാതയിലൂടെ നിറഞ്ഞ ജീവിതത്തിലൂടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ക്ലേശങ്ങളെ ദൈവത്തിൻ്റെ മുന്നിൽ പൂർണ്ണമായി സമർപ്പിച്ച് ജീവിച്ച അൽഫോൻസമ്മ നമ്മുടെ ഓരോരുത്തരുടെ മുന്നിൽ ഒരു മാതൃകയാണ്. ദാരിദ്ര്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മാതൃക നിറഞ്ഞ ഒരു ജീവിതം അൽഫോൻസമ്മ നയിച്ചു. ജീവിതത്തിലെ ക്ലേശങ്ങളെ പാപപരിഹാരത്തിനുള്ള ആയുധമാക്കിയിട്ട് അത് തീർത്തു. സ്വകരാജ്യം വയലിൽ ഒളിച്ചിരിക്കുന്ന ഒരു വയലിന് തുല്യമാണ്. ആരെങ്കിലും അത് കണ്ടെത്തിയുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ ഒരു നിധി കരസ്ഥമാക്കുന്നതായിട്ട് വചനത്തിൽ കാണാൻ സാധിക്കും. ക്രിസ്തുവാകുന്ന നിധിയെ കണ്ടെത്തി അങ്ങനെ അതിനു വേണ്ടി ജീവിച്ച ജീവിതമാണ് അൽഫോൻസമ്മയത്. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ സ്വന്തം ജീവിതത്തിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ, വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തൽ എല്ലാം അധികാരികളിൽ നിന്നെല്ലാം ലഭിക്കുമ്പോൾ അവയെല്ലാം കൃപകളാക്കിയിട്ട് അൽഫോൻസമ്മ മാറ്റി. അങ്ങനെ യേശുവിൻ്റെ കൃപകൾ ഒക്കെ നമ്മളിലേക്ക് ഒഴുക്കുന്ന ഒരു പരിമള ചെപ്പാക്കിയിട്ട് അൽഫോൻസമ്മയുടെ ജീവിതം ദൈവം മാറ്റി തീർത്തു.
എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ചെപ്പ് അടച്ചു കാത്തു സൂക്ഷിക്കാനായിട്ട് അൽഫോൻസം എപ്പോഴും പരിശ്രമിച്ചിരുന്നു. ഞാനൊരു പരമാണുവാണ്, ഒരു നിസ്സാരയാണ്, ഒരു പുരിയും ആണ് എൻ്റെ ജീവിതം എന്ന് അൽഫോൻസമ്മ പറയുന്നു. എളിമ തന്നെയാണ് അൽഫോൻസമ്മയുടെ ഏറ്റവും വലിയ സുഹൃതം. പരിത്യാഗം നിറഞ്ഞ ജീവിതമാണ് അൽഫോൻസമ്മ നയിച്ചത്. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഗീതം നിറവേറ്റിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഈശോയെ സ്നേഹിക്കാനായി ചെറുപ്പം മുതലേ പരിശ്രമിക്കുകയും ത്യാഗവും എടുത്ത് ആശയടക്കുമൊക്കെ വഴിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ സ്നേഹത്തിലെ ചലിച്ച അൽഫോൻസമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. അൽഫോൻസമ്മയുടെ വിളിയും സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയായിരുന്നു. സ്വരത്തെ സ്നേഹമാക്കി മാറ്റിയ ജീവിതമായിരുന്നു അൽഫോൻസമ്മയുടേത്. രാത്രിയിലും വേനെടുത്തുകൊണ്ട് രാത്രി സമയങ്ങളിൽ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അൽഫോൻസമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് രാത്രി സമയങ്ങളിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അൽഫോൻസമ്മ മറുപടി പറഞ്ഞത്. ഗോതമ്പ് നിലത്ത് വീണ് അറിയുമെങ്കിൽ അറിയുന്നില്ലെങ്കിൽ അത് അതേപോലെ ഇരിക്കും, അറിയുന്നെങ്കിലും അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കുമെന്നാണ് അൽഫോൻസമ്മ നമ്മോട് പറയുന്നത്. ഞാൻ ഗോതമ്പ് പോലെ അഴിഞ്ഞില്ലാതായ ഒരു ജീവിതമാണ്. അൽഫോൻസമ്മയുടേത്. അൽഫോൻസമ്മ എപ്പോഴും പറയും, റോസ ചെടിയുടെ മനോഹരമായ റോസ ചെടിയുടെ കീഴിൽ കിടക്കുന്ന വട്ട ഇലയും വെറ്റിയിലയുമാകാനാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അത് അഴുകി ഇല്ലാതാവുമ്പോൾ വളമായിട്ട് അത് മറ്റ് റോസപ്പൂവിനൊക്കെ അത് മനോഹരമായ ഒരു പുഷ്പമായിട്ട് മറ്റുള്ളവർക്ക് വളമായിത്തീരുന്ന ഒരു ജീവിതം നയിക്കാൻ അൽഫോൻസമ്മ ആഗ്രഹിച്ചു. ആരാലും അറിയപ്പെടാതെ സഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയും സഹിക്കാനുള്ള വിളിയാണ് എന്നുള്ള ബോധ്യത്തിൽ ജീവിച്ച വ്യക്തിയാണ് അൽഫോൻസമ്മ. തന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗം എന്തെന്ന് അൽഫോൻസമ്മ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കുകയും ആ ദൈവത്തിൻ്റെ ഹിതത്തിന് സ്വയം സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ ദൈവവിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം തന്ന സമ്മാനമായ ജീവിതത്തെ ഈശോയെ സ്നേഹിക്കാനായിട്ട് ഉള്ള കൃപ തരുന്നമേ എന്ന് ഈശോയെ പ്രതിയും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് അങ്ങനെ ഈ ലോകത്തുള്ള സകലതും ഉച്ഛിഷ്ടമായി കരുതിയ പൗലോസ്ലീഹായെ പോലെ ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടിയും ഈ ലോകത്തിലെ സന്തോഷങ്ങളെയും സുഖങ്ങളെയെല്ലാം പൂർണ്ണമായും പരിത്യജിച്ച് ഉപേക്ഷിച്ച വ്യക്തിയാണ് അൽഫോൻസമ്മ. അങ്ങനെ ഈശോയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ചെറുപ്പം മുതൽ ദിവ്യകാരനെ ഈശോയെ സ്വീകരിക്കാനും അങ്ങനെ തൻ്റെ വേദനകളെല്ലാം ഉള്ള അവസ്ഥകളിലെല്ലാം ആ ദിവ്യകാരന് ഈശോയുടെ മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കൃപകൾ സ്വീകരിച്ചുകൊണ്ട് വേദനകൾ പരാതിപ്പെടാതെ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ അവയെല്ലാം ഈശോയുടെ ഹൃദയത്തിലേക്ക് ഒരു പുഷ്പമായി സമർപ്പിച്ച് ദിവ്യകാരനെ ദിവ്യകാരനെ സ്വീകരിച്ചുകൊണ്ട് ഈശോയുമായിട്ട് ഇഷ്ടം പോലെ വളരെയധികം സമയം ആ ദിവ്യകാരനെ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് അതിൽ മുഴുകിയിരിക്കുന്ന അൽഫോൻസമ്മയെ പല വ്യക്തികളും കണ്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ കടന്നു പോകുമ്പോൾ
ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴാണ് അൽഫോൻസമ്മയ്ക്ക് അതെല്ലാം നേരിടാനുള്ള ശക്തി ലഭിക്കുന്നത്. ആ ദിവ്യകാരുണ്യത്തിലാണ്. അങ്ങനെ ദിവ്യകാരുണ്യ ഈശോയെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുമായി ഒന്നായി തീരാനായിട്ട്, അത് ആ ഒരു കൃപകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ തങ്ങളെക്കാൾ വലിയവരായിട്ട് കരുതുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയമായ സ്നേഹത്തോടെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിച്ച ഒരു ജീവിതമാണ് അൽഫോൻസമ്മ. തന്നെ എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്നവരെയെല്ലാം പൂർണ്ണ ഹൃദയത്തോട് ചേർത്ത് അവരെ സ്നേഹിക്കാനായിട്ട്, ദൈവസ്നേഹം അവരിലേക്ക് ഒഴുക്കാനായിട്ട് അൽഫോൻസമ്മ പ്രത്യേകം പരിശ്രമിച്ച ഒരു ജീവിതം നയിച്ചു. ക്രിസ്തുവിൻ്റെ റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 19-ാം ഭാഗത്തില് പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടുകൊടുക്കുക. പ്രതികാരം ദൈവം പകരം വെട്ടിക്കൊള്ളും. ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. അതുവഴി അവരുടെ ശിരസിലെ തീക്കനൽ കൂട്ടുമെന്നുള്ള വചനം അൽഫോൻസമ്മ തൻ്റെ ജീവിതത്തിൽ തന്നെ വെറുക്കുകയും പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവരെല്ലാം ക്ഷമിച്ചുകൊണ്ട് അവർക്ക് പ്രതികാരം ചെയ്യാതെ അവരെ പൂർണ്ണമായി ആ വചനം പൂർണ്ണമായി ജീവിതത്തിൽ അനുസരിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ കുരിശിനെ ത്യാഗത്തെയും ക്രൂശിനോടുള്ള സ്നേഹത്തെയും തിരുവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും അങ്ങനെ എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് തിരുവചനം എന്നുള്ള ഒരു ബോധ്യത്തിൽ ആ തിരുവചനത്തിലുള്ള ഈശോയുടെ ആഹിതം കണ്ടെത്താനായിട്ട് വചന വായന അൽഫോൻസമ്മയെ സഹായിച്ചു. നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ അവിടെ നിന്നും നിങ്ങളോടും ചേർന്ന് നിൽക്കും. തിരുവചനം ധ്യാനിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതമായിരുന്നു അൽഫോൻസമ്മയത്. ഒറ്റപ്പെട്ടുള്ള നേരങ്ങളിലെല്ലാം തളരാതെ മുന്നോട്ട് പോകാനുള്ള ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ടും തിരുവനന്തപുരത്തോട് ചേർന്ന് നിൽക്കാനായിട്ടും അതൊക്കെ കണ്ടുപിടിക്കാനായിട്ടും വചന വായന സഹായിച്ചു. ദൈവത്തോട് ഒരിക്കലും പരാതിയും പരിഭവവും ഉള്ള ഒരു ജീവിതമല്ല നയിച്ചു. ദൈവഹിതത്തിന് അടിയറിവ് പറഞ്ഞുകൊണ്ട് സഹനത്തെ തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും സഹനത്തെ സ്നേഹിക്കുകയും സഹനത്തെ ഈശോയ്ക്കുകയും പൂർണ്ണമായും ഇതാ കർത്താവിൻ ദാസി നിന്റെ വാക്കിൽ നിറവേറ്റെന്ന് പരിശുദ്ധമ്മ പറഞ്ഞതുപോലെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ച അൽഫോൻസമ്മ മാതൃക നമുക്ക് പിഞ്ചെല്ലാം. ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം ദൈവം എന്നെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം നീട്ടുന്ന നീരിലാ സഹനമെന്നാണ് അൽഫോൻസമ്മ പറയുന്നത്. ഏകാന്തതയും ഒറ്റപ്പെടലും എല്ലാം ക്രൂശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അതെല്ലാം തന്നെ ഈശോയിൽ കൽപ്പിക്കുന്ന മാർഗങ്ങളായിട്ട് അൽഫോൻസമ്മ കരുതി. ജോഷയുടെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അന്തരത്തിലുണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. അങ്ങനെ രാവും പകലും ഈശോയുടെ വചനം ധ്യാനിച്ച വ്യക്തിയാണ് അൽഫോൻസമ്മ. എഫേസ്യസ് ലേഖനത്തിലെ ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലുമാണ് ജീവിക്കുന്നത്. തൻ്റെ ജീവിതം സഹനം വഴിയും
വിജയത്തിലേക്ക് എത്തുവാനായിട്ട് സ്നേഹത്തോടെ സഹനത്തെ സ്വീകരിക്കുകയും അൽഫോൻസം എപ്പോഴും തൻ്റെ അർത്തിനികളോട് പറയും, നല്ല മുന്തിരി ചാറ് കിട്ടാൻ വേണ്ടിയിട്ട് മുന്തിരി ചക്കിലിട്ട് നേരിക്കുമ്പോൾ അത് നല്ല മുന്തിരി ചാറ് നൽകും. അങ്ങനെ അത് സംഭരിച്ച് വിശുദ്ധ കുർബാനയ്ക്കുള്ള മുന്തിരി ചാറ് ആയി അത് മാറ്റപ്പെടുകയും ചെയ്യും. അങ്ങനെ ക്ലേശങ്ങളെ നമ്മളെ പരാതി കൂടാതെ സഹിച്ചുകൊണ്ട് അങ്ങനെ അസാധാരണമായിട്ട് സഹിക്കാനായിട്ട് മൗനമായിട്ട് അത് സഹിക്കാനുള്ള ശക്തി അൽഫോൻസമ്മയ്ക്ക് ദൈവം നൽകി. അങ്ങനെ പൗലോസ്ലീഹ ഞാൻ മറ്റൊരു ക്രിസ്തുവായിട്ട് തീരാനായിട്ട് ഇനിമേൽ ഞാനെല്ലാം ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് ഉള്ള ഒരു ജീവിതം അൽഫോൻസമ്മ നയിച്ചു. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും പ്രാർത്ഥിക്കാനായിട്ട് സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ചും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥനയിൽ അത് സഹനത്തെ പ്രാർത്ഥനയാക്കിയിട്ട് രൂപാന്തരപ്പെടുത്തുകയും നമ്മുടെ ഓരോരുത്തരെ സഹനവും പ്രാർത്ഥനയും എല്ലാം ദൈവത്തിന് വിലയായിത്തീരുന്നത് ഈശോയുടെ കൂടെ സഹിക്കുമ്പോഴാണ് അത് വിലയുള്ള സഹനങ്ങളൊക്കെ ആയിട്ട് അത് മാറുകയുള്ളൂ. അങ്ങനെ സഹനത്തെ സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് സഹനത്തെ പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്താനായി നമുക്ക് പരിശ്രമിക്കാം. ഇങ്ങനെ ഈശോയുമായിട്ട് ഒരു ബലി വസ്തുവായി തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുമായി ഐക്യപ്പെട്ടുകൊണ്ടുള്ള ജീവിതം അൽഫോൻസമ്മ നയിച്ചു. ജീവിതത്തിൽ ഭൂരിപക്ഷ സമയം രോഗിയായിട്ട് കിടന്നപ്പോഴെല്ലാം കഴിക്കുന്ന സമയത്തെല്ലാം ദൈവം ആ വ്യക്തിയെ ഇന്ന് ആൾത്താരയിലേക്ക് ഉയർത്തി. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ ഒരു രോഗം കാരണം കൊണ്ടൊന്നും ഒരു വ്യക്തിയുടെ മൂല്യവും ഒരിക്കലും കുറയുന്നില്ല. പ്രാർത്ഥനയിലൂടെ നിരന്തരമായി ഐക്യപ്പെട്ടുകൊണ്ട് ലോകത്തെ കൃപയാക്കി മാറ്റിയ വ്യക്തിയാണ് അൽഫോൻസമ്മ. ഞാൻ സഹോദരൻ്റെ കാവൽക്കാരനാണെന്നുള്ള ബോധ്യത്തിൽ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയും മനുഷ്യജീവിതത്തിൻ്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത് അതിലാണെന്ന് അൽഫോൻസമ്മ നമ്മെ കാണിച്ചിരുന്നു. അങ്ങനെ സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ ഒരു ജീവിതമാണ് അൽഫോൻസമ്മ നയിച്ചത്. നമ്മ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. ലളിതമായ ലാളിത്യത്തിൻ്റെ വഴിയാണ് മഹാവലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലെല്ലാം സ്വർഗത്തിലെത്തിച്ചേരാനായിട്ടുള്ള ഏറ്റവും വലിയ വഴി എപ്പോഴും സുനിശ്ചിതമായി അനുകരിക്കാവുന്ന മാർഗമാണ് അൽഫോൻസമ്മ നമുക്ക് കാണിച്ചത്. അത് സഹനത്തിൻ്റെയും കുരിശിൻ്റെയും വഴിയാണ്. അങ്ങനെ സഹനങ്ങൾ ദൈവം നൽകിയ സമ്മാനങ്ങളാണെന്ന് കരുതികൊണ്ട് നിരാശപ്പെടാതെ എല്ലാ സഹനങ്ങളെയും സ്വർഗത്തിലെത്തിച്ചേരാനുള്ള ദൈവത്തിൻ്റെ വഴികളാണെന്നും സഹനം ദൈവത്തെ കുറ്റം പറയാതെ പഴിചാരാതെ ആ സഹനങ്ങളെല്ലാം സഹിക്കാനായിട്ട് ഏറ്റെടുക്കാതെ സ്വീകരിക്കുമ്പോൾ അതെല്ലാം അനുഗ്രഹമായിട്ട് തീരും. സഹനങ്ങളെ പിരിവുറുപ്പ് കൂടാതെ പരാതി കൂടാതെ അത് നിരാശപ്പെടാതെ ജീവിക്കാനായിട്ട് നമുക്കും അൽഫോൻസമ്മയുടെ ആ ക്രൂശിതനായ യേശുവുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ടൊരു ജീവിതം നയിക്കാൻ നമുക്കും പരിശ്രമിക്കാം. ഞാനല്ല ക്രിസ്തുവാണ് നിന്നെ ജീവിക്കുന്ന പോലെ കൊലോസ്യർക്കാർക്കിലെ 1:24 വാക്യത്തില് അവൻ്റെ സഹനത്തിലുള്ള കുറവ് എൻ്റെ ശരീരത്തിൽ എനിക്ക് തന്നിരിക്കുന്നു, ഞാനത് സംഭവിക്കുന്നു എന്നുള്ള ആ ഒരു പൗലോസ്ലിയായുടെ ആ മനോഭാവം അൽഫോൻസമ്മ സ്വന്തമാക്കി. സഹനങ്ങൾ നമ്മളെ കർത്താവിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന അത് സ്നേഹത്തിൻ്റെ ആഴവും വീതിയും ഉയരവും
അറിയാനുള്ള മാർഗമാണ്. അത് രോഗങ്ങളിൽ നിന്ന് രോഗങ്ങളിലേക്ക് സഞ്ചരിച്ച ജീവിതമായിരുന്നു. അങ്ങനെ സ്വന്തം ജീവിതം അലിഞ്ഞില്ലാതായ ജീവിതം, ആരാലും അറിയപ്പെടാതെ, ആരുടെയും അംഗീകാരം പ്രോത്സാഹനവും ആവശ്യമില്ലാതെ, എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെട്ട് എല്ലാവരാലും കുറ്റപ്പെടുത്തി ഒരു നിസാര അവൾ ഒരു കാര്യം ഉറപ്പായിട്ട് അവൾ യേശുവിനോട് ചേർന്ന് നിന്ന് സ്വന്തം മനസ്സ് യേശുവിൻ്റെ ഇഷ്ടത്തിനുള്ള മനസ്സിന് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ജീവിതം അൽഫോൻസമ്മ നയിച്ചു. നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്, അത് ചേർത്ത് വെച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം ദൈവം തന്നെ നമ്മളെ ഓരോരുത്തരെയും ബാക്കി ദൈവം മുന്നോട്ട് നയിച്ചുകൊള്ളും എന്നാണ് അൽഫോൻസമ്മ പറയും. സ്വയമില്ലാതായും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രകാശം വരുത്തിയ ഒരു ജീവിതമാണ്. അങ്ങനെ മറ്റു വ്യക്തികളിൽ നിന്നും ഒരു അംഗീകാരമോ പ്രോത്സാഹനമോ ഒന്നുമില്ലാതെ ഓരോരുത്തരും കണ്ണീരൊഴുക്കി നിരാശപ്പെട്ട് പരാതി പറഞ്ഞ് നമ്മുടെ സ്ഥാനത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ അൽഫോൻസമ്മ നമുക്കോരോരുത്തർക്കും ആശ്വാസം പകർന്നു തരുന്നു. ക്രൂശിതനായ ഈശോ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് ഓരോ സഹനവും. ഒരു രോഗവും നമ്മെ നിരാശപ്പെടുത്തുന്നതല്ല. സഹനം കിട്ടാത്ത ദിവസം നിത്യതയുടെ പുസ്തകത്തിൽ പാഴായി പോയ ദിവസം എന്നാണ് അൽഫോൻസമ്മ പറയുന്നത്. സഹനം ചോദിച്ചു വാങ്ങിയ ഒരു വ്യക്തിയായിരുന്നു അൽഫോൻസമ്മ. സഹനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശു ക്രൂശിതനായ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് ഉറപ്പാണ് നമുക്ക് അതുവഴി ലഭിക്കുന്നത്. സഹനത്തെ പ്രാർത്ഥനയാക്കിയിട്ട് മാറ്റി ആരാധനയാക്കി മാറ്റിയ ഒരു ജീവിതമാണ് അൽഫോൻസമ്മ നയിച്ചത്. നീതിമാന്റെ സഹനം നമ്മെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ വഴിയാണ്. സഹനം നമ്മളെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് നമ്മെ ഒരു അനുഭവമായിട്ട് ദൈവം തീർക്കുന്നു. ഈശോ തന്നെ ഗെത്സമനയിലെ ശാരീരിക മാനസിക പീഡനങ്ങളിലൂടെ കടന്നുപോയി രക്തം ചിന്തി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഈശോയെ കടന്നുപോയ അതേ വഴിയിലൂടെയാണ് നമ്മളും സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ഈശോയുടെ ഒന്നായിത്തീരുന്ന അനുഭവമായിത്തീരുന്നു. എളിമയും പ്രാർത്ഥനയും അൽഫോൻസമ്മയുടെ ജീവിതത്തിൽ മുഖമുദ്രയായിട്ട് അങ്ങനെ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ട് അൽഫോൻസമ്മ ഉന്നതിയിലെത്തി. അങ്ങനെ അൽഫോൻസമ്മ ഒരു മനഃപൂർവ്വം ഒരു ലഘുഭാവം പോലും ചെയ്യാതെ പുണ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രതയോടെയുള്ള ജീവിതം നയിച്ചു. അതിന് നിരന്തരം ദൈവത്തിൻ്റെ പ്രതീക്ഷയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം അൽഫോൻസമ്മ കണ്ടെത്തി. അങ്ങനെ മാനസിക പീഡനങ്ങളും ശരീര പീഡനങ്ങളും കൈപ്പേറിയ ആ ജീവിതത്തിൻ്റെ അതുസ്സഹങ്ങളായ ജീവിതങ്ങളെ അധികാരികളിൽ നിന്നും സ്നേഹിതരിൽ നിന്നും ഉണ്ടാകുന്ന തുടർച്ചയായ തെറ്റിദ്ധാരണകൾ, ഉപദ്രവങ്ങൾ, എതിർപ്പുകൾ, ഇവയെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും അതെല്ലാം പരാജയത്തിൻ്റെയോ ഒരു വഴിയല്ലെന്ന് ഈശോ എന്നിലേക്ക് കടന്നു വരാനുള്ള ദൈവത്തിൻ്റെ വഴിയാണെന്നുള്ളത് അൽഫോൻസമ്മ തിരിച്ചറിഞ്ഞു. ഈശോയെ ഈ ലോകത്തിൽ സന്തോഷമെല്ലാം എനിക്ക് കൈപ്പായി തീർക്കണമെന്ന് അൽഫോൻസമ്മ പ്രാർത്ഥിച്ചു.
എന്നെ നിരന്തരം എന്നെ മുഴുവനും ദിവ്യമണവാളനായ ഈശോയുടെ ബലിയായി തീർക്കാനായിട്ട് ഈശോ എന്നോട് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്ന് അൽഫോൻസമ്മ പറഞ്ഞു. നമുക്കും അൽഫോൻസമ്മയുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാം. അൽഫോൻസമ്മയുടെ ആ ഒരു പ്രാർത്ഥന നമുക്ക് എത്തിച്ചെല്ലാം. ഈശോയെ നാഥ, അങ്ങേ ദിവ്യഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ. സ്നേഹിക്കപ്പെടാനും വിലമേടിക്കപ്പെടാനുമുള്ള എൻ്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തമാക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഒരു പരമാണുവും അങ്ങേ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നിജാലയിലെ ഒരു പൊരിയുമാകുന്നതുവരെ എന്നെ എൽമിപ്പെടുത്തണമേ. സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നുകളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എൻ്റെ ഈശോയെ, ലൗകിക ആശ്വാസമെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ. തിരുസൂര്യനായ എൻ്റെ ഈശോയെ, നിന്റെ ദിവ്യകതിരിനാൽ എൻ്റെ ബോധത്തെ ശുദ്ധീകരിച്ച് നിന്റെ നേരുള്ള സ്നേഹത്തിൽ ലയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ. ആമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അൽഫോൻസമ്മയെ പോലെ സ്നേഹത്തിൽ ഒന്നായി തീരാനായിട്ട് സകലത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനാണ് തന്നെ മുഴുവൻ സ്നേഹത്തിൻ്റെ ആത്മബലിയായ ദിവ്യമണവാളിനെ സമർപ്പിക്കുകയും ദൈവത്തിന് മുന്നിലെ കൂടുതൽ കുരിശുകൾ സഹനങ്ങൾ ഒക്കെ അപേക്ഷിക്കുകയും ചെയ്ത ആ അൽഫോൻസമ്മയെ പോലെ യേശു നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നും അവന്നറിയാതെ യാതൊന്നും സംഭവിക്കില്ല. അവയെല്ലാം ആന്തരികമായ തൻ്റെ ഉപരിനന്മയ്ക്കായിട്ട് നമ്മെ മാറ്റി തീർക്കുമെന്ന് അൽഫോൻസമ്മ വിശ്വസിച്ചു. നമുക്കും അഗാധമായ എളിമയും പരമാർത്ഥതയും കൂടി നമുക്ക് ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. സുഹൃത്തുക്കൾ അഭ്യസിക്കാനായിട്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഉല്ലേഖഭാവം പോലും ചെയ്യാതെ പുണ്യങ്ങൾ അത്യന്തം ജാഗൃതമായി വർത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്നേഹത്തിൽ മുന്നേറാനായിട്ട് നമുക്ക് ഈശോയിൽ പ്രാർത്ഥിക്കാം. ഈശോയെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ കുറവുകളോടുകൂടെ അവരെ അംഗീകരിച്ച് സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലുതും ചെറുതുമായ സഹനങ്ങളെയെല്ലാം പരാതി കൂടാതെ പിറവിറുപ്പ് കൂടാതെ അവയെല്ലാം ഏറ്റെടുക്കാനായിട്ട് അവയെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് കാഴ്ചവെക്കാനായിട്ട് നമ്മുടെ ശുദ്ധീകരണത്തിനും ദൈവത്തിൻ്റെ കൂടെ നമ്മളായി തീരാനായിട്ട് നമുക്ക് സഹനത്തെ ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഈശോ സ്നേഹിക്കുന്നവർക്കാണ് സഹനം തരുന്നുള്ള ബോധത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ സാധനങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ നമ്മുടെയും സഭയുടെയും പാപികളിലേക്ക് മനസ്സാനത്തിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ആ സഹനത്തെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ അത് മഹനീയമായി തീരുമെന്നുള്ള ബോധ്യത്തിൽ നമുക്കും അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് ആ അൽഫോൻസമ്മ സ്വർഗത്തിലെത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ അതെല്ലാം നന്നായി സ്നേഹിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആ സഹനം തരുന്ന വ്യക്തികളെയും ആ സാഹചര്യത്തെയും പിറുപിറുത്ത് വിദ്വേഷവും വെറുപ്പും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി നിറവേറുകയില്ലെന്ന പദ്ധതിയിൽ എല്ലാവരെയും നിരപരാധികളായി കണ്ട് സ്നേഹിക്കാനായിട്ട് അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവം നമ്മെ അവരെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി അവരെ നമ്മൾ ദൈവം ഉപയോഗിക്കുക എന്നുള്ള ബോധ്യത്തിൽ അവരതെല്ലാം ക്ഷമിക്കാനായിട്ട് പിതാവ് ചെന്നാണ് ഇവരെ ക്ഷമിക്കണമെന്നാണ് പ്രാർത്ഥിച്ചതുപോലെ അവർക്ക് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയും അവർക്ക് നല്ല നല്ല സ്നേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ സന്തോഷത്തോടെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് നന്മ ചെയ്യാനായിട്ട് അങ്ങനെ സ്നേഹത്തിൻ്റെയും ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.